കേരള കർഷക യൂണിയൻ മൂലമറ്റം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് 4-ന് പ്രതീകാത്മക പ്രതിഷേധ മാർച്ച് നടത്തും. വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക യൂണിയൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാർച്ച് 4-ന് മൂലമറ്റം ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതീകാത്മക പ്രതിഷേധ മാർച്ച് നടത്തുമെന്നാണ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക, കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളെ വെടിവെച്ചു കൊല്ലുവാൻ അനുവാദം നൽകുക, നഷ്ടപരിഹാര തുക ഉയർത്തി കാലതാമസം കൂടാതെ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കർഷക യൂണിയൻ സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ സമരം നടത്തുന്നത്. വന്യജീവി ശല്യം വർദ്ധിച്ചു വന്നിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനം സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സമരങ്ങൾ നടത്തുകയാണ്. ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം 4-ന് രാവിലെ 10:30-ന് മൂലമറ്റത്ത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് നിർവഹിക്കും. സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും. കർഷക യൂണിയൻ ജില്ലാ നിയോജക മണ്ഡലം തല നേതാക്കൾ നേതൃത്വം നൽകും. സമരത്തിന് മുന്നോടിയായി കേരള കർഷക യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി യോഗം രാവിലെ 10-ന് മൂലമറ്റം അക്വാറ്റിക് സെന്ററിൽ കൂടുന്നതാണെന്നും മറ്റ് ഇതര സ്ഥലങ്ങളിലെ സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, ജില്ലാ പ്രസിഡന്റ് ബിനു ജോൺ ഇലവമ്മൂട്ടിൽ, സംസ്ഥാന സെക്രട്ടറി സണ്ണി തെങ്ങുംപള്ളിൽ, ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസുകുട്ടി തുടിയമ്പ്ളാക്കൽ, ജില്ലാ സെക്രട്ടറി ജെയ്സൺ എബ്രാഹിം, സംഘാടക സമിതി കൺവീനർ കുര്യൻ കാക്കപ്പയ്യാനി എന്നിവർ പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.